ചവച്ചോ എന്നാണ്. ഇതിനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേര് അലോണ എന്നാണ്. ഇവർക്ക് ഞങ്ങളോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ തുറന്നു വിടുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിച്ചോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നും ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കൂട്ടിക്കയറ്റും. വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വൈകിട്ട് തുറന്നു വിട്ട് ഫുഡ് കൊടുക്കും. ഇതൊരു ചൈന ബ്രീഡാണ്. ഇതൊരു ലയണിൻ്റെ കോപ്പി പോലാണ് പറയുന്നത്. ഡോഗ്സിൽ ഇതൊരു എക്സാക്ട് സ്ട്രക്ചറാണ് ലയണിൻ്റെ. ഓടിക്കളിക്കും, ഫുട്ബോൾ കളിക്കും. അവൾ പിന്നെ നമ്മൾ പറയുന്നതെല്ലാം ചെയ്യും. അത്യാവശ്യം നമ്മൾ 2 a week കുളിപ്പിക്കുന്നത്. എല്ലാ ദിവസവും കോംബ് ചെയ്യും. അത്യാവശ്യം പുള്ളിക്കാർക്ക് ഇച്ചിരി മടിയുണ്ടെങ്കിൽ നമ്മൾ കോംബ് ചെയ്യും. ഫേസ് എന്നും ക്ലീൻ ചെയ്യും, രാവിലെയും വൈകിട്ടും. പെട്ടെന്ന് കണ്ണിൽ നിന്ന് പസ് വന്നിട്ട് ഡേർട്ടി ആവും. ഒത്തിരി കളറിലുണ്ട്. ഇതിപ്പോൾ സിനമൺ കളറാണ്. പിന്നെ ക്രീമുണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. 5 ടൈപ്പ് കളറുണ്ട്. ഇവരുടെ നാക്ക് എപ്പോഴും ഒരു വേറെ കളറായിരിക്കും. രാവിലെ ചിക്കനും ചോറും പിന്നെ കുറച്ച് വെജിറ്റബിൾസും മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സും കൊടുക്കും. പിന്നെ വൈകിട്ട് ട്രൂൾസ് കൊടുക്കും. ചില ദിവസം മിൽക്കും എഗ്ഗും ഒക്കെ ആയിട്ട് കൊടുക്കും. ചൂട് സമയത്ത് 2 പാത്രത്തിലും വെള്ളം വെച്ച് ഐസൊക്കെ ഇട്ട് കൊടുക്കും. ഇത് ഒരു 1 year കഴിയുമ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കും. അത്യാവശ്യം പപ്പീസ് ഇറങ്ങും ഒരു ഇതിൽ തന്നെ. നമ്മൾ അത്യാവശ്യം ഇവർ തന്നെ കെയർ ചെയ്ത് നോക്കിക്കോളും അവരുടെ കുട്ടികളെ. ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇപ്പം കരയുന്നില്ല, ഒരുമാതിരി മൂളിക്കരയും. അതുകണക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇതേപോലുള്ളൊരു കരച്ചിൽ. എല്ലാവരുമായിട്ടും ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. പൊതുവേ എല്ലാവരും ഈ ബ്രീഡ് ഭയങ്കര അഗ്രസീവ് ആണെന്നാണ് പറയുന്നത്. ശരി, ഞങ്ങൾ 1-2 അടുത്ത് പോയി കണ്ടപ്പം ആ ഓണറിനെ തന്നെ അത് കടിക്കാറാണ് പതിവ്. പക്ഷേ ഇവള് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് എല്ലാവരുമായിട്ടും. പൊതുവെ ഭയങ്കര എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു ഈ ചൗച്ചു അത്ര ഇതല്ല, ഭയങ്കര അഗ്രസീവാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് ഭയങ്കര അഗ്രസീവാണ്. പക്ഷേ ഇവളുടെ കേസിൽ പാവം ഭയങ്കര എന്താണെന്നറിയില്ല, കുഞ്ഞുനാളോട്ടെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ബാക്കിയുള്ള ഡോഗ് സൈഡൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം ഫ്രണ്ട്ലിയാണ് പുള്ളിക്ക്. ഇതിൻ്റെ ദേഹം എവിടെയെങ്കിലും മുറിക്കാൻ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവർ എന്നത്തെയും പോലെ തന്നെ ആക്റ്റീവും ആയിരിക്കും. ഇത്രയും ഹെയർ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ഇതായി കഴിയുമ്പോഴേ നമുക്കൊരു അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വൂണ്ട് ക്ലിയർ ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ണിൽ എപ്പോഴും ഇൻഫെക്ഷൻ വരും. കാര്യം ഈ പസ് വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതും ഇൻഫെക്ഷനാണ്. ഇത്ര ഹെയറും ഉള്ളതുകൊണ്ട് അവരുടെ ഫേസിന് അത്ര സ്പേസ് ഇല്ല. അപ്പം നല്ലപോലെ പസ് വരും. പിന്നെ ഈ ക്ലൈമറ്റിൻ്റെയും കൂടെ ആകുമ്പം നല്ല രീതിക്ക് പസ് വരും. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഐ ഇൻഫെക്ഷൻ വരും. നമ്മൾ മണ്ണിൽ വിടാറില്ല. മണ്ണിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ മണ്ണിൽ വിടാറൊന്നുമില്ല. ഇവരുടെ വെയിറ്റും ഇതൊക്കെ ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അവരെ ഓവർ സൈസ് ആവാനെന്നാൽ ഓവറായിട്ട് തിന്നായി കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടത്തില്ല അവരെ കാണാൻ. പുറത്തിറങ്ങിയാൽ പൊതുവേ ആൾക്കാരുമായിട്ട് ആദ്യം കാണുന്നവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഉപദ്രവിക്കാൻ പോകത്തില്ല. സ്ട്രീറ്റ് ഡോഗ്സിനെ കണ്ട നല്ലപോലെ കുറയ്ക്കും. പക്ഷെ അവർക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ നല്ലപോലെ അറിയാം. അതിലേതെങ്കിലും ഒരാളിപ്പം 2 സെക്ഷനായിട്ട് ഇട്ടേക്കുന്നെങ്കിലും ആരെ കണ്ടാലും തിരിച്ചറിയാം. അവരെ കണ്ടാൽ കുറയ്ക്കത്തില്ല. പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരു ഡോഗിനെ കണ്ടാൽ കുറയ്ക്കും. നാക്ക് വേറെ കളറായിരിക്കും. യൂഷ്വലി ബ്ലൂ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരിത്തിരി വ്യത്യാസമുള്ള കളറാണ്. ചൗ എന്ന ബ്രീഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ബാക്കിയെല്ലാം നമ്മുടെ നാക്ക് പോലെ കളറായിരിക്കും ബാക്കിയുള്ളവരുടെ. പക്ഷേ ഈ ഒരു ബ്രീഡിന് വേറെ കളറ്. മന്ത്ലി ഒരു ഗ്രൂമിങ് സെക്ഷൻ കൊടുക്കും. അല്ലാത്തപ്പോൾ നമ്മൾ തന്നെയാണ് ഫുൾ ക്ലീനിങ് ഒക്കെ. നെയിലൊക്കെ ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് തരും. എല്ലാത്തിനും കോപ്പറേറ്റീവായിട്ട് ഇരുന്ന് തരും ആള്. മാസ്കോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അടങ്ങി ഒതുങ്ങി നമ്മൾ പറയുന്നത് കേട്ടിരുന്നോളൂ. എല്ലാവരും ഇതിനെ ഉപയോഗിക്കുന്നത് ബ്രീഡിങ് പർപ്പസിനായിട്ടാണ്. കാര്യം നമ്മുടെ ഇവിടെ ഭയങ്കര റേറ്റിംഗ് ഇവർക്ക്. നമ്മൾ ആദ്യമേ ട്രെയിൻ ചെയ്തെടുത്ത് അവർ നല്ല പക്ക ഡോഗായിരിക്കും. നമുക്ക് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ പക്ക ഫ്രണ്ട്ലി, നമ്മളുമായിട്ട് അങ്ങ് അറ്റാച്ച് ആയിപ്പോവും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കിട്ട് കൂട്ടിലിട്ട് ഫുഡ് മാത്രം കൊടുത്ത് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അവർ നല്ല അഗ്രസീവായിരിക്കും നമ്മളോട്. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാനാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞാൾ മുതലേ അങ്ങനെ ട്രീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ലൊരു ഗാർഡ് ഡോഗായിട്ട് എന്നും നമ്മുടെ കൂടെ കാണാം. പക്ഷെ അതർവൈസ് അവർ ഓണേഴ്സിനെ തന്നെ കടിക്കും. ഇവള് ഞങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഭയങ്കര ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഒരു 3ാമതൊരാളായിട്ടാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആരുമായിട്ട് ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ അമ്മൂമ്മയായിട്ടും അമ്മയായിട്ടും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കാലിൻ്റെ അവിടെ പോയി ഇങ്ങനെ കിടന്നിങ്ങനെ മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പി ഫീലാണ്. പൊതുവേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ വളർത്തിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പൊതുവെ എല്ലാവരും പറയും ഭയങ്കര അഗ്രസീവാണെന്നൊക്കെ പറയുമ്പം ഇവിടെ നമ്മൾ വളർത്തിയത് അവരോട് പറയാമല്ലോ ഇവിടെ കടിക്കത്തില്ല,
എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രീഡം ആയിട്ടാണ് നിൽക്കുന്നത്. പൊതുവെ വീട്ടിനകത്ത് കയറത്തില്ല, സിറ്റ് ഔട്ടിൽ വരെ ഉള്ളു ഇവർക്ക് പെർമിഷൻ. ഫുഡ് കൊടുക്കുമ്പോഴായാലും നമ്മൾ പോയി തൊട്ടാലോ ഒന്നും നമുക്കൊരു പ്രശ്നമേ ഇല്ല. കുഞ്ഞുങ്ങളെ പോലെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും കുഞ്ഞിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.